കത്തോലിക് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിക് കവീൽ ചേരുന്നുണ്ട്. ഫാദർ ഫിലിക് കവീൽ, ഇവിടെ സജി ചെറിയാന്റെ പ്രതികരണം, അതിൽ KCBC-ക്കുണ്ടായ ബുദ്ധിമുട്ട് അത് തുറന്നു പറയുകയാണ് പ്രതിനിധി. ഇതിൽ എന്തെങ്കിലും തിരുത്തൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക? തീർച്ചയായും മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്ത് വന്ന ആ പ്രസ്താവന വളരെ നിർഭാഗ്യകരമാണ്, വളരെ മോശമാണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് KCBC-യുടെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട അച്ഛനും പറഞ്ഞത്. അത് ക്രൈസ്തവരുടെ ഒരു പൊതുവികാരത്തെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത്. ഈ മന്ത്രി സജി ചെറിയാൻ ഇത്ര അപക്വമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഇടതുമുന്നണിയുടെ നയമാണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയുടെ കൺവീനറുമാണ് സത്യത്തിൽ പറയേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു പോയതാണ്. അത് അവരുടെ പൊതു പോളിസിയാണോ എന്ന് വെളിപ്പെടേണ്ടതുണ്ട്. ഏതായാലും മറ്റ് മന്ത്രിമാരോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അത്രയും ഒരു ആശ്വാസം. പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികള്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നേതാക്കളായ ബഹുമാനപ്പെട്ട ബിഷപ്പുമാര് ഇന്ത്യയുടെ പൗരന്മാരാണ്. ഈ ഇന്ത്യയിലെ പൗരന്മാരെ ഇന്ത്യൻ ഭരണാധികാരിക്ക് അവരുടെ ഒരു പ്രത്യേക അവസരത്തിൽ, അത് പ്രത്യേകിച്ച് ക്രിസ്മസ് പോലെയുള്ള ഒരു ആഘോഷ സമയത്ത് വിളിക്കാൻ പാടില്ലെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. അല്പകാലം മുമ്പ് ഇവിടെ നവകേരള സദസ്സ് വെച്ചപ്പോൾ ഒരു സ്ഥലത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇൻവിറ്റേഷൻ ബിഷപ്പുമാർക്കും പ്രധാനപ്പെട്ട വൈദികർക്കും നേതാക്കൾക്കും ലഭിച്ചു. എനിക്കും ലഭിച്ചതാണ് ഒരു ഇൻവിറ്റേഷൻ. അപ്പൊ അത് ഞാൻ പറയുകയാണ്, ഞാൻ മാർക്സിസ്റ്റുകാർക്കെതിരാണ് എന്ന് പറഞ്ഞ് പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരടക്കം ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ ഏറ്റവും ആദരവോടെ അതിനെ കാണുകയും പലരും പോവുകയും ചെയ്തു. അസൗകര്യമുള്ളവർ. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഫാദർ ഫിലിപ്പ്, ഇവിടെ എന്ത് നിലപാട് KCBC സഭ എടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പം വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത ഒരു ക്രിസ്മസ് കൂട്ടായ്മ കൂടിയാണല്ലോ. അപ്പം അവിടെ സഭാ പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം മന്ത്രി സജി ചെറിയാൻ ഇതിനു മുമ്പ് KT ജലീലിന്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ഇടത് ഭാഗത്തു നിന്ന് വരുന്ന, ഇല്ലെങ്കിൽ ഭരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്ന ഇത്തരം പ്രതികരണങ്ങൾ എന്തുകൊണ്ടായിരിക്കും സഭയ്ക്ക് ഇത്ര കൊള്ളുന്നത്? എനിക്കൊരു മറ്റൊരു സംശയമുള്ളത്, അതായത് അടുത്ത ഭരണം നിലനിർത്താൻ മറ്റു ചില കൂട്ടുകെട്ടുകൾക്ക് വേണ്ടി ഇവർ പരിശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി ക്രൈസ്തവ വിഭാഗത്തെ അല്പം ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒന്ന് ചൊറിഞ്ഞ് അവരെ വെറുപ്പിക്കാനുള്ള ഒരു മനോഭാവമാണോ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് വന്നതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം മറ്റു ചില വിഭാഗങ്ങളെ കൂട്ടാൻ ക്രൈസ്തവരെ വെറുപ്പിക്കേണ്ടത് ആവശ്യമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. വരും ദിവസങ്ങളിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ഇടതുമുന്നണിയിലെ ഉത്തരവാദിപ്പെട്ട നേതാക്കന്മാരും ഇതേ ആശയം ഉൾക്കൊള്ളുന്നവരാണോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. വളരെ